നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റിയൽ ലവ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഷഹനായി പാർട്ട് 21. അവതരണം ഷെറിൻ നൗഷ. സുൽഫിക, നിങ്ങൾ ശ്രദ്ധിച്ചോ ആയിഷമോളിനെ? ആ കൊച്ച് ഷാഫിയുടെ തനി പകർപ്പാ. ഒരു പ്രത്യേക ഓമനത്വവും ഭംഗിയുണ്ട് ആ മുഖത്ത്. സുൽഫിക്ക് അവളുടെ വാക്കുകൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ വേണ്ടാത്തതോരോന്ന് ബാപ്പാൻ്റെ അടുത്തുനിന്ന് വിളമ്പാൻ നിൽക്കണ്ട. ആ ഉറുമ്പെട്ടോളുടെ അതേ പകർപ്പ ആ കൊച്ചിനും. സുൽഫി പല്ലിറുമ്മി അവളെ നോക്കി. കാസിം കാക്ക് ഓൾക്കവിടെ അഡ്മിഷൻ കൊടുത്തത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇതും കൂടി അറിഞ്ഞാൽ ഇക്ക ദേഷ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. സുൽഫി ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. പകൽ സമയം മുഴുവനും സ്കൂളിലെ തിരക്കിലും ബഹളത്തിലും നടന്ന് ആലിഹാജി രാത്രിയിൽ ഏറെ ക്ഷീണിതനായിരുന്നു. അയാൾ മരുന്ന് കഴിച്ച് പതിയെ കട്ടിലിലേക്കിരുന്നു. എന്തോ അയാളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. മനസ്സിലെപ്പോഴും ആ കുഞ്ഞു മാലാഖയുടെ മുഖം തെളിഞ്ഞു വരുന്നു. മനഃപൂർവ്വം പലവട്ടം അയാളത് മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും നിഷ്കളങ്കമായ ആ പുഞ്ചിരി അയാൾക്കുള്ളിൽ തെളിഞ്ഞു വന്നു. കാസിമിൻ്റെയും ഹാജറയുടെയും മകൻ ആദിൽ കാസിം ഹാജിയാരുടെ റൂമിലേക്ക് ഓടിക്കയറി വന്നു. ഉപ്പാപ്പ, കണ്ടില്ലേ ഞാൻ സ്റ്റേജിൽ ട്രോഫി വാങ്ങിയത്? ക്ലാസ്സിലെ ടോപ്പർ ഞാനായിരുന്നു. എനിക്ക് വാങ്ങിത്തരുമെന്ന് പറഞ്ഞ ഗിഫ്റ്റ് എവിടെ? അവൻ കൊഞ്ചലോടെ അയാൾക്കരികിൽ വന്നിരുന്നു. ഹാജിയാർ വാത്സല്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉപ്പാപ്പ വാങ്ങിത്തരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും തന്നിരിക്കും. ഇന്നീ രാത്രിയിൽ ഇനിയിപ്പോൾ എവിടെയും പോയി വാങ്ങാനൊന്നും പറ്റില്ല. നാളത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ വൈകിട്ട് തന്നെ പോയി മേടിക്കാം. ഇപ്പം മക്കൾ പോയി ഉറങ്ങിക്കോ. ഉപ്പാപ്പാക്ക് നല്ല ശ്വാസം മുട്ടലും ക്ഷീണവും ഉണ്ട്. അയാൾ ആദിൽ മോനെ അകത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറങ്ങാൻ കഴിയാത്ത പല ചിന്തകളും വീണ്ടും ആ പിതാവിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ചിന്തകളുടെ ഭാരം താങ്ങി എപ്പോഴോ അയാൾ പതിയെ ഒന്ന് മയങ്ങിപ്പോയി. അകത്ത് ഹാജിയാരുടെ മുറിയിൽ ആരോ അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഹാജിയാർ പതുക്കെ വാതിൽ പാളിയിലൂടെ അകത്തേക്ക് നോക്കി. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അകത്ത് കട്ടിലിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഐഷുബി ഇരിക്കുന്നു. ആയിഷാൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും അയാൾ വീണ്ടും ഞെട്ടിപ്പോയി. ഐഷമോൾ. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉമ്മാമാനോട് ചോദിക്കുന്നുണ്ട്. ഉമ്മാമ്മ, എൻ്റെ പേരും ഉമ്മാമാൻ്റെ പേരും ഒന്ന് തന്നെയാണല്ലോ, ഐഷാന്ന് പറഞ്ഞതും ഐഷമോൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കുപ്പിവള കിലുങ്ങും പോലെ ആ ചിരി അവിടമാകെ മുഴങ്ങി. ഐഷൂട്ടി ഉമ്മാമാൻ്റെ മോളാണ് അവൾ. അതും പറഞ്ഞ് അവളുടെ കുഞ്ഞു കവിളിൽ തലോടിക്കൊണ്ടിരുന്നു. നെറ്റിയിൽ പാറിപ്പറക്കുന്ന വികൃതിയുള്ള അവളുടെ മുടികൾ അവർ ഒതുക്കി വച്ചു കൊടുത്തു. ഉമ്മമ്മ, എനിക്ക് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയല്ലോ. അവൾ സന്തോഷത്തോടെ ഉമ്മമ്മാൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് ഉമ്മമ്മ എന്ത് സമ്മാന തരാൻ പോണത്? ആദിൽ കാസിമിന് ഫസ്റ്റ് കിട്ടിയിട്ട് ഉപ്പാപ്പ എന്തോ സമ്മാനം വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. എനിക്കെന്ത് സമ്മാനമാണ് ഉപ്പാപ്പയും ഉമ്മാമ്മയും തരാൻ പോണത്? അവൾ കൊഞ്ചലോടെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചോദിക്കുന്നു. ആലിഹാജി വാതിൽക്കൽ നിന്നും ശ്വാസമടക്കി പിടിച്ച് പിന്നോട്ട് മാറി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അയാൾക്ക് കിതപ്പും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. അയാൾ എഴുന്നേറ്റിരുന്ന് ദീർഘമായി ശ്വാസമെടുത്തു. പിന്നീട് ഒരാശ്വാസം കിട്ടാൻ വേണ്ടി അയാൾ അല്പസമയം കണ്ണടച്ചിരുന്നു. ആ സ്വപ്നം അടച്ചു പിടിച്ച അയാളുടെ കണ്ണുകളിലേക്ക് വീണ്ടും തിരികെ എത്തി. വല്ലാത്ത അസ്വസ്ഥതയോടെ അയാൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ഷാഫിയും ഷഹനായിയും അനുമോളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. രാത്രി വീട്ടിലെത്തിയ ശേഷവും ഐഷമോൾക്ക് ഒരുപാട് സന്തോഷങ്ങളും അനുഭവങ്ങളും പറയാനുണ്ടായിരുന്നു. കളിച്ചിരികൾ ഉയർന്ന ആ വീട് ഒരു സ്വർഗ പൂന്തോപ്പായി മാറി. ഭക്ഷണം കൊടുത്ത് ഷഹനായി അനുമോളെ ഉറക്കാൻ കിടത്തി. അപ്പോഴാണ് ബാബുമാഷിൻ്റെ വണ്ടി അവരുടെ മുറ്റത്തേക്ക് വന്നു കയറിയത്. നിറഞ്ഞ പുഞ്ചിരിയോടെ ഷാഫി ബാബുവിനെ ഉമ്മറത്തേക്ക് ക്ഷണിച്ചു. എന്താ മാഷേ ഈ സമയത്ത്? ഇത്രയും രാത്രിയായിട്ട് ഇപ്പോഴെന്തിനാ വന്നത്? ഷാഫി കസേര നീക്കിയിട്ട് ബാബുവിനൊപ്പം ഇരുന്നു. ശബ്ദം കേട്ട് ഷഹനായിയും അവർക്കരികിലെത്തി. ഷാഫി, ഇന്ന് സ്കൂളിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നീയും കണ്ടതല്ലേ? എല്ലാ കുട്ടികളും സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും കൈയടിക്കും. അതുപോലെ തന്നെ ആയിഷമോൾ കയറി വന്നപ്പോഴും ഹാജിയാറും സുൽഫിയും എല്ലാം കൈയടിച്ചു. ഞാൻ ഹാജിയാരുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു.
ഇത് നമ്മുടെ ഷാഫിയുടെ മോളാണെന്ന് പതിയെ അദ്ദേഹത്തിൻ്റെ കാതിലങ്ങ് പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ഹാജിയാരുടെ കൈകൾ നിശ്ചലായിപ്പോയി. കൈയടിക്കുന്നതൊക്കെ അവിടെ നിർത്തി. പിന്നീട് അദ്ദേഹം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി കുറേ നേരം ഇരുന്നു. ബാബുമാഷ് ഷാഫിയുടെയും ഷഹനായിയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ പാപ്പാൻ്റെ മുഖം ശ്രദ്ധിച്ചിരുന്നോ ഷാഫി? ബാബു അവനോടായി ചോദിച്ചു. ഷാഫി ഇല്ലെന്ന് തലയാട്ടി. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ മോളുടെ മുഖത്ത് മാത്രമേ നോക്കിയുള്ളൂ. ഹാജിയാർ ആദ്യമായിട്ടായിരിക്കും ഐഷ മോളെ കാണുന്നത്. ആ മുഖത്ത് നിറയെ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു ഷാഫി. നിന്നോട് ഈ കാര്യം ഇപ്പം തന്നെ പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതാ ഞാൻ ഈ രാത്രിയിൽ തന്നെ വന്നത്. ബാബുമാഷ് അവർക്കൊപ്പം ഇരുന്ന് അല്പസമയം കൂടി സംസാരിച്ചു. ശേഷം യാത്ര പറഞ്ഞ് പോവാനിറങ്ങി. ഷാഫി സങ്കടത്തോടെ ഷഹനായിയെ നോക്കി. ഇന്ന് ആദ്യമായിട്ടാണ് ബാപ്പ ഐഷമോളെ കാണുന്നത് അല്ലേ ഷാഹി? അവൻ്റെ ശബ്ദം ഇടറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഷാഫിക തൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. പിറ്റേ ദിവസം ഇൻ്റർവെൽ സമയത്താണ് ഐഷമോൾ ഫ്രണ്ട്സിനൊപ്പം വരാന്തയിലൂടെ നടന്നു വന്നത്. ഇടയ്ക്ക് ഒരാൺകുട്ടി അവളുടെ മുൻപിലേക്ക് കയറി വന്നു. അവൾ ആരാണതെന്ന് മനസ്സിലാവാതെ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നിന്റെ പേര് അമീന ഐഷ എന്നല്ലേ? അവൻ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ഇന്നലത്തെ പ്രോഗ്രാമിന് ശേഷം പലരും അരികിൽ വന്ന് തന്നെ അഭിനന്ദിക്കുന്നുണ്ട്. അവരിലൊരാളാണ് ഇതെന്ന് ഐഷയ്ക്ക് മനസ്സിലായി. അവൾക്ക് അഭിമാനവും സന്തോഷവും തോന്നി. അതെ, അമീന ഐഷ ഞാൻ തന്നെ. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്താ നിൻ്റെ പേര്? അവൾ സന്തോഷത്തോടെ തന്നെ അവനോട് തിരിച്ചു ചോദിച്ചു. എൻ്റെ പേര് ആദിൽ കാസിം. നമ്മുടെ ഈ സ്കൂള് എൻ്റെ ഉപ്പാപ്പാൻ്റെയാണ്, അവൻ സ്റ്റൈലായി പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഐഷയുടെ മുഖം കൗതുകത്താൽ നിറഞ്ഞു. താൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയപ്പോൾ സ്കൂളിലെ ഓണറിൻ്റെ മകൻ തന്നെ കാണാൻ വന്നിരിക്കുന്നു. അഭിമാനിക്കേണ്ട കാര്യമാണ്. ഐഷയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. മുല്ലപ്പൂ മൊട്ട് പോലുള്ള പല്ലുകൾക്ക് നല്ല ചേലുണ്ട്. ആദിൽ കാസിം അവളെ തന്നെ നോക്കി നിന്നു. ബെല്ലടിക്കാറായല്ലോ, ഇനി ഞാൻ ക്ലാസ്സിൽ പോയിക്കോട്ടെ. അവൾ ധൃതിയിൽ ക്ലാസ്സിലേക്ക് നടക്കാൻ തുടങ്ങി. നിൽക്ക് ഐഷ, നിന്റെ ഉപ്പാൻ്റെ പേര് ഷാഫി എന്നല്ലേ? അവൻ അവളെ പോവാൻ സമ്മതിക്കാതെ വീണ്ടും ചോദിച്ചു. അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി അവിടെ നിന്നു. താൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയപ്പോൾ തൻ്റെ കൂടെ തന്നെ ഉപ്പേ ഫേമസ് ആയോ? അതെ, ഉപ്പാൻ്റെ പേര് ഷാഫി എന്നാണ്. താൻ എൻ്റെ ഉപ്പാനെ അറിയാമോ? അവളുടെ ചോദ്യത്തിന് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇന്ന് നീ ഷാഫിഖാനോട് ആദിൽ കാസിമിൻ്റെ അന്വേഷണം പറയണം, അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇത്തവണ അവൻ്റെ സംസാരം വളരെ സങ്കടത്തോടെയാണെന്ന് ഐഷയ്ക്ക് തോന്നി. അന്ന് വൈകിട്ട് സ്കൂൾ ബസ്സിൽ കയറിയപ്പോഴും ഐഷമോൾ ആദിൽ കാസിമിനെ കണ്ടു. അവൾക്ക് അത്ഭുതം തോന്നി. ഇത്ര ദിവസവും ഇവൻ തൻ്റെ ബസ്സിലാണോ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്? എന്നാൽ ഇതുവരെ താനത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഇന്ന് ആദ്യമായിട്ടാണ് താൻ അവനെ ബസ്സിൽ കാണുന്നത്. അങ്ങാടി കഴിഞ്ഞ് വയലും പുഴയും കടന്ന് സ്കൂൾ ബസ് ആലിഹാജിയുടെ മാളിയേക്കൽ തറവാടിന് മുൻപിലെത്തി. ആദിൽ കാസിം ബസ്സിൽ നിന്നും ഇറങ്ങി. വീടിൻ്റെ അടച്ചിട്ട വലിയ ഗേറ്റ് തള്ളി തുറന്ന് അവൻ അകത്തേക്ക് കയറിപ്പോകുന്നത് ഐഷമോൾ നല്ല പോലെ കണ്ടു. മുറ്റത്തേക്കെത്തിയ അവൻ പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന ബസ്സിലേക്ക് നോക്കി. ആ നോട്ടം ഐഷയുടെ മുഖത്ത് വീണ്ടും പതിച്ചു. അവൻ ഏത് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്? അവനോട് തന്നെ ചോദിക്കാമായിരുന്നു. അവൾക്ക് ചോദിക്കാതിരുന്നതിൽ വെറുതെ വിഷമം തോന്നി. ആദിൽ കാസിം ഷാഫിയുടെ ഇക്കാക്കയായ കാസിമിൻ്റെ മാളിയേക്കൽ വീട്ടിലെ മകനാണെന്ന് അറിയാതെയാണ് ഐഷമോൾ അവനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഷഹനായി കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ ഉടൻ തന്നെ